ഞാനിപ്പോൾ എംകോം കഴിഞ്ഞുകൊണ്ട് ഒരു അക്കൗണ്ടൻ്റ് ആയിട്ടാണ് അധികം എല്ലാ കമ്പനിയിലും കയറാൻ പറ്റുക. അതിൽ ബേസ് ഫസ്റ്റ് സാലറി പറയുന്നത് ഒരു 15 ആണ് മാക്സിമം പോയാൽ കിട്ടുള്ളൂ. പക്ഷേ ഫ്രഷർ ആകുമ്പോൾ. പക്ഷേ ഇവിടെ ഈ മെഡിക്കൽ കോഡിങ് കഴിഞ്ഞ് നമുക്ക് കയറുമ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കൊരു 20 above 25 നമുക്ക് കിട്ടും. അപ്പോൾ അത് നോക്കുമ്പോൾ അക്കൗണ്ടൻ്റ് ആയിട്ട് പോകുന്നതിനേക്കാളും നല്ലത് എന്തും കൊണ്ടും മെഡിക്കൽ കോഡർ ആണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ കോഴ്സ് ചൂസ് ചെയ്തത്. എൻ്റെ പേര് ശില്പ, ഞാൻ പാലക്കാട് നിന്നാണ് വരുന്നത്. ഞാനൊരു എംകോം ഗ്രാജുവേറ്റ് ആണ്. മെഡിക്കൽ കോഡിങ് ബേസിക്കലി ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ കുറച്ചും കൂടി ഈസിയാണ്. ഞങ്ങളെപ്പോലുള്ള കോമേഴ്സിന് കുറച്ചും കൂടി പഠിക്കണം, എന്നാലും ഓക്കെയാണ്. നമുക്കൊരു ഇൻ്റർവ്യൂ പ്രിപ്പയർ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ആരോൺ സഹായിക്കുന്നുണ്ട്. ഒരു 1 വീക്ക് നമുക്കൊരു ഓറിയൻറ്റേഷൻ ക്ലാസ് പോലെ ഒരു ക്ലാസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ നമുക്കൊരു ഇൻ്റർവ്യൂവിന് എന്തൊക്കെ വേണം, എന്തൊക്കെ ചോദിക്കും എന്നുള്ളതിനൊക്കെ ഉള്ളൊരു ഫുൾ ഡീറ്റെയിൽസ് ഫാക്കൽറ്റി വഴി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. 10th കഴിഞ്ഞ് പിന്നെ സയൻസ് നമ്മൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പോൾ അതിൻ്റെതായ കുറച്ച് ഇതുണ്ടായിരുന്നു. നമുക്ക് കുറച്ച് വേർഡ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും നമുക്ക് ഓക്കെയാണ്. നമുക്ക് മിസ്സുമാരൊക്കെ അതിന് അത്ര ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ എക്സാമിൻ്റെ ടൈമിൽ വരുമ്പോൾ നമുക്കൊരു ഡൗട്ടാണ്. നമുക്കതൊരു ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുമ്പോൾ നമുക്ക് എങ്ങനെയാവും ക്വസ്റ്റ്യൻസ്, ഏത് രീതിയിലാവും എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ മോക്കും അതുവഴി നമുക്ക് കുറേ മോക്സൊക്കെ നമുക്ക് ആരോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ചെയ്ത് വന്നപ്പോൾ എല്ലാം ഓക്കെ ആയി. അങ്ങനെയാണ് പിന്നെ ഡേറ്റ് എടുത്ത് പിന്നെ പാസ്സായി.